ഇന്നത്തെ എപ്പിസോഡിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അനുമോളെ പറ്റിയിട്ട് ആദിലയും നൂറയും കൂടെ ചേർന്ന് കൊണ്ടൊരു അറ്റാക്ക് നടത്തുന്നതിനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അനീഷിന്റെ കാര്യം. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, അനീഷ് അത് കണ്ടിട്ട് വല്ലാത്തൊരു കൗതുകത്തോടെ ഷോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഫുഡ് കൊടുക്കുന്ന ഇടത്ത് ഫുഡ് കൃത്യമായി പങ്കുവെച്ചു, എല്ലാവർക്കും കൂടുതൽ കിട്ടി, അതിൽ സാബ് മോന് കൂടുതൽ കിട്ടി. ഇതൊക്കെ അനീഷ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അനീഷാണ് ലാസ്റ്റ് മിനിറ്റ് ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് അനുമോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അനീഷ് പോയിരുന്ന് കേൾക്കുന്നുണ്ട്. അനുമോൾ കൃത്യമായിട്ട് അത് കൺവേ ചെയ്യുന്നുണ്ട്. ആ കൺവേ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, സത്യത്തിൽ അനീഷിനോട് നമ്മൾ താങ്ക്സ് പറയണം. കാരണം അനുമോൾ എന്തുകൊണ്ടാണ് വെസൽ കഴുകത്തില്ല എന്ന് പറഞ്ഞതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നല്ലോ. ഓരോ വാക്കുകളിലും അവൾ കൃത്യമായി ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഒരു കാര്യം, അനുമോള് വെസൽ കഴുകാൻ മടിച്ചതിൻ്റെ റീസൺ, രാത്രി ഇപ്പം കഴുകിക്കോളാം, പകലിപ്പോൾ കഴുകാനൊക്കത്തില്ല, അല്ലെങ്കിൽ മോർണിംഗിൽ ഉള്ള വിഷയം, നൈറ്റ്, ഈ ലഞ്ച്, ഈ 3 ടൈമിലാണല്ലോ. ഇതിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്തത് മുഴുക്ക അനുമോളാണ്. അപ്പോൾ അത്രയും നേരം ജോലി ചെയ്ത അനുമോൾ തന്നെ പിന്നെയും പോയി വെസൽ ടീമിലേക്ക് മാറ്റിയിടുമ്പോൾ അത് കഴുകണം എന്ന് പറയുന്നത് നീതിരഹിതമായ ഒരു കാര്യമാണ്. അതിനെ ശക്തമായിട്ട് എതിർത്തത് അനീഷ് തന്നെയാണ്. അനീഷ് അത് കൃത്യമായി പറയുന്നുണ്ട്, അത് ചെയ്യുന്ന തെറ്റാണ് എന്ന്. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നൂറയെ പൊളിച്ചെടുക്കുന്നത് അനീഷാണ്. അതെന്തുകൊണ്ടെന്നറിയാമോ? അനീഷ് ചോദിക്കുന്ന ചോദ്യം 3 ചോദ്യം ചോദിക്കുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം ഒരേ ചോദ്യമാണെങ്കിൽ, ആദ്യത്തെ 2 ചോദ്യം ഒരേ ചോദ്യമാണെങ്കിലും റിപ്പീറ്റ് ചോദിക്കുന്നതിൽ തന്നെ അത് കൃത്യമാണ്. അനീഷിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമാണ്. അനീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോൾ ചെയ്ത തെറ്റ്? ഉടനെ കള്ളി 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 എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ്ലി ആദിൽ ചെയ്ത ഹറാസ്മെൻ്റ് ഉണ്ടല്ലോ, അനുമോൾ ഇരിക്കുന്നിടത്തൊക്കെ പോവുക, അവിടെ പോയിരുന്നുകൊണ്ട് അനുമോളെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ വിട്ടുപോയ കാര്യം, ഈ അനീഷ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അനുമോളും അനീഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്തേക്ക് നൂറ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അതായത് നൂറയുടെ അടുത്തും പിന്നെ ആദിലയുടെ അടുത്തും അനുമോൾ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും ദിവസം നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നിന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അത് അനുമോൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ഇവർക്ക് പിടികിട്ടിയിട്ടുണ്ട്, അനീഷിനും പിടികിട്ടിട്ടുണ്ട്, അനുമോൾ ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് അനുമോളുടെ വായിൽ നിന്ന് തന്നെ വരണം. അനുമോൾ എന്തിനു ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ അത് പറയണം, അത് ഇത്രയും ദിവസം നിങ്ങൾ എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഫെയിം ഉപയോഗിച്ച് ഇവിടെ നിൽക്കാനാണ്. പിന്നെ ഒരിക്കലും പാടില്ല, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ തലക്കടിക്കുക എന്നൊരു ടേമാണ് ആദിൽ അവിടെ ഫോളോ ചെയ്തത്. ആദിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഐ മിസ് ശൈത്യ എത്ര ട്രൂ ആയിരുന്നു, എത്ര കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ശൈത്യ എത്ര വലിയ കുത്തിത്തിരിപ്പുകാരിയാണെന്ന് ഓർത്ത് നോക്കൂ. അവൾ ട്രൂ ആണ്, അവൾ കറക്റ്റ് ആണെന്ന് പറയുന്ന ആദിലയുടെ മനോഘടന ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അനുമോൾ ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ശൈത്യയാണ് ആര്യനുമായിട്ട് അനുമോൾക്ക് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞത്. അത് എത്ര ഒരു ബാഡ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർത്ത് നോക്കുക. ആ പെൺകുട്ടിയുടെ വ്യക്തിത്വമേ നശിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശൈത്യ പറഞ്ഞത്. ശൈത്യക്ക് ചിലപ്പോൾ ക്രഷ് ഉണ്ടായിരിക്കാം ആര്യനുമായിട്ട്, അതുകൊണ്ടായിരിക്കും ശൈത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ശൈത്യയുടെ അടുത്ത് തന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, അത് ക്രഷ് എന്നല്ല പറഞ്ഞ ഇഷ്ടം. ആ ഒരു ഏജ് ലെവൽ കൊണ്ട് മാത്രമാണ് അവൾ നീക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണവും ഗിസേലുമായിട്ടുള്ള അവൻ്റെ ആ ഒരു ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കി അവൾക്കൊപ്പം നിന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് പുറത്ത് അവൾക്ക് അക്സെപ്റ്റൻസ് കുറഞ്ഞു എന്ന് തോന്നലിൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ശൈത്യ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പോലും ആര്യൻ പോലും പുറത്തു വന്നിട്ട് അനുമോളെ അടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം അത്രത്തോളം ഭീകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ അംഗീകരിക്കുകയാണെങ്കിൽ, ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അനുവിനോട് അത് പറയാൻ പാടില്ലായിരുന്നു. എന്തു വലിയ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റാണ് അതിൽ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കും. അതേപോലെ തന്നെ അനുമോൾ തകരുന്നില്ല, അനുമോൾ കൂടുതൽ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് അവളെ കെട്ടിലമ്മ എന്ന് പറയുന്നു. ആ കെട്ടിലമ്മ എന്ന പദപ്രയോഗം അക്ബർ ഏറ്റുപറയുന്നു. നെവീൻ അവസരത്തിന് തുള്ളിക്കളിക്കുന്നു. അതായത് ആകെ മൊത്തത്തിൽ ആദില എന്ന വ്യക്തി അവളെ ടാർണിഷ് ചെയ്യുകയാണ്. അനുമോളെ പിന്തുടർന്ന് ടാർണിഷ് ചെയ്യുന്ന സിനാരിയോണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഏറ്റവും റോങ് ആയിട്ടുള്ള, ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വെച്ചാൽ ആദിലയാണ്. ഇവരെ കൊണ്ടുവന്ന് അവിടെ നോർമലൈസ് ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിലുള്ളവർക്ക് കിട്ടുന്ന അപമാനം എത്രയാണെന്ന് മനസ്സിലാക്കുക. ഒരു പെൺകുട്ടിയുമായി നമുക്ക് സഹകരിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. പുറത്തേക്ക് വന്ന ആര്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് അനുമോളാണ്. അനുമോൾ അവരെ കൂടെ കിടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊന്നും പ്രശ്നമല്ല എങ്കിൽ ഞാനും ജിസേലും കിടക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ആര്യൻ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ സൊസൈറ്റിയിലോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും. ഈ ഒരു വിഷയം ശരിക്കും സംസാരിക്കേണ്ട കാര്യമാണ്. അതായത് ആദിലയും അനുമോളും കെട്ടിപ്പിടിച്ച് കിടന്നാൽ അത് സംശയത്തെ ദൃഷ്ടിയോടുകൂടി തന്നെ ചോദിക്കും അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ആര്യം പറഞ്ഞത്.
ആര്യനും ജിസയിലും കിടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് സദാചാര ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സദാചാര ബോധം ആദിലയും അനുമോളും കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. ഇപ്പം മനസ്സിലായോ ഇവരെ നോർമലൈസ് ചെയ്താലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന്? ഇവരെ നോർമലൈസ് ചെയ്യാൻ ഒക്കത്തില്ല എന്നിപ്പം മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള പ്രാകൃത മനോഭാവമുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്കൊപ്പം ആദിലയെ കൊണ്ടിരുത്താൻ ഒക്കില്ല. കാരണം അവരെ ബ്രെയിൻ വാഷ് ചെയ്യും, അവർക്ക് അവളോട് അട്രാക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർക്കും, എന്നിട്ട് അവളെയും കൊണ്ട് മുങ്ങും. നൂറയ്ക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാം. അവൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലിപ്പ് നോക്കുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ വളച്ചു കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ആദില എന്ന വ്യക്തിയെ വീട്ടിൽ കയറ്റരുത് എന്ന് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി പൂർണ്ണമായും പരിഗണന അർഹിക്കുന്ന സ്ത്രീയല്ല. മനസ്സിൽ അങ്ങേയറ്റം കീടവും അത്രയും വൃത്തികെട്ട വിഷവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആദില എന്നുള്ളത് തെളിവാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന്. ആര്യൻ പുറത്തു വന്നിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, അവനെ സേഫ് ചെയ്യാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിനകത്തുള്ളവർക്ക് പോലും ഒരു ഒപ്പോസിഷൻ ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ അവർ കാണിക്കുന്ന വൾഗാരിറ്റിയെ അവർ നോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആര്യനും ജിസയിലും ഒന്നിച്ച് കിടന്നുകൊണ്ട് അതിനകത്ത് കിടന്ന് കാണിച്ച പേക്കൂത്തുകളെല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മളെ അംഗീകരിപ്പിക്കാൻ നൂറയും ആദിലയും അനുമോളെ ഉപയോഗിച്ചത് അതുപോലെയാണോ എങ്കിൽ ഞാനും ജിസയിലും അങ്ങനെയാണെന്നുള്ള ആര്യൻ്റെ ആ ഒരു രീതിയിലുള്ള ഇൻഡിക്കേഷൻ നടത്തും. അതിനകത്ത് തർക്കമേ വേണ്ട. നമ്മൾ തീർന്നു. നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന സർവ്വവിധ അവിഹിതങ്ങളും വ്യഭിചാരങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വ്യഭിചാര റിലേഷൻഷിപ്പിനെ പൊതുസമൂഹം അംഗീകരിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരതും കൊണ്ട് ജീവിച്ചോട്ടെ. പക്ഷേ ഇതിനെ നോർമലൈസ് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളുടെ സ്വാഭാവികമായ സാംസ്കാരികമായിട്ടുള്ള എല്ലാ പുരോഗമനവും നശിപ്പിക്കപ്പെടും എന്നുള്ളത് പുരോഗമനവാദമല്ല, ഇത് വ്യഭിചാരവാദമാണ്. ഈ വ്യഭിചാരത്തിനെ അംഗീകരിക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രം തന്നെയാണ്. ഇതിനകത്ത് എന്ത് വന്നാലും ഒരു കാരണവശാൽ ഞാനിത് മാറ്റി പറയാൻ തയ്യാറല്ല. പിന്നെ ആദില എന്ന പെൺകുട്ടി സ്വന്തം കുടുംബത്തിൽ സ്വന്തം പിതാവിനെ ഉൾപ്പെടെ മോശപ്പെടുത്തി പറയുക മാത്രമല്ല കമ്മ്യൂണിറ്റിയെ എതിർത്ത് നിൽക്കുന്ന ആരിഫ് ഹുസൈൻ്റെ കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങി നിന്നത്. എതിർത്തത് ലക്ഷ്മിയാണ്, മറ്റുള്ളവരാരും അത് പറയുന്നുമില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുത. അപ്പോൾ ഇത് എതിർക്കപ്പെടുന്നത് മെജോറിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അത് സാംസ്കാരികമായി അവർ ഉന്നതിയിലുള്ള ചിന്താധാര ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ അവർ ഗോത്രകാലത്തുള്ളവരെന്നല്ല. നമ്മൾ ഗോത്രകാലത്തുള്ള മനുഷ്യർ അല്ലെങ്കിൽ ആ ചിന്താധാരയുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവർ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് അവർ സൈഡാക്കുമെന്നതിനപ്പുറം ഇതിനെ ശക്തമായി എതിർക്കില്ല. എതിർക്കുന്നത് പുരോഗമനവാദികൾ തന്നെയാണ്. ഇത് പുരോഗമനമല്ല എന്നുള്ള വസ്തുത. ഇനി അനീഷിലേക്ക് വരാം. അനീഷ് എന്ന വ്യക്തി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അനുമോൾ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്രയധികം പേര് ശത്രുക്കൾ ഉണ്ടായിട്ട് പോലും അനുമോൾക്കൊപ്പം നിന്നുകൊണ്ട് ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് നമ്മൾ ക്ലാപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാനവാസിനെ ആര് പറഞ്ഞു കൊടുത്ത ബ്രെയിൻ വാഷാണോ അല്ലെങ്കിൽ വശിയാതായി പോയ സമയത്ത് അനുമോൾക്ക് നെഗറ്റീവാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ ബേസിലാണ് അനുമോൾക്കെതിരെ അകാരണമായി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ആരൊക്കെയോ നന്നായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിനെയും. ഇതിനു മുമ്പ് ആരോ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂർ എന്തോ ഇവരെ കൺഫെഷൻ റൂമിൽ സംസാരത്തിന് വെച്ചിട്ടുണ്ടെന്ന്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പുറത്തേക്ക് അനുമോൾക്ക് ഭയങ്കര നെഗ്ഗാണ്, അനുമോളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് 5 എത്താൻ അല്ലെങ്കിൽ ആദിലേക്കും കൂടെ ടോപ്പ് 5 എത്താൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മന്ദബുദ്ധികൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവും. എന്തായാലും ബിഗ് ബോസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദില പുറത്തിറങ്ങിയിട്ട് ആദ്യം അത് തന്നെ പറയും. എന്താണെന്ന് അറിയാമോ? ആദില ഔട്ടായാൽ ആദിലയ്ക്ക് മനസ്സിലാകും ഔട്ടായതിൻ്റെ കാരണം അനുമോൾ തന്നെയാണെന്ന്. അതറിയുമ്പോൾ എത്ര റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും ആദില പറയും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയ്ക്ക് സ്വന്തം മാതാപിതാക്കളോട് പോലും ഒരു സഹാനുഭൂതിയോ ഒരു രീതിയിലുള്ള കൺസിഡറേഷനോ ഇല്ല. പിന്നെയാണ് ഈ പട്ടി ഷോ. അവൻ തീർച്ചയായിട്ടും പുറത്തേക്ക് വന്ന് പറയാം. അപ്പം നമുക്ക് കേൾക്കാം. നമ്മൾ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉള്ള കാര്യം പുറത്ത് പറയണം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഈ വിഷയത്തിൽ ബാക്കിയുള്ളവരെടുത്ത തീരുമാനം, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് മൂപ്പിച്ച് പ്രശ്നം വഷളാക്കിയതിൻ്റെ ഉത്തരവാദികൾ സാബുമോനും അക്ബറുമാണ്. അക്ബറാണ് സാബുമോനെയും ആദിലയും സ്ക്രൂ ചെയ്തു കൊടുത്തത്. യഥാർത്ഥത്തിലുള്ള അതിനകത്തെ ഏറ്റവും വലിയ സൈക്കോ എന്ന് പറയുന്നത് അക്ബറാണ്. അക്ബർ, നെവിന് പോലും ഇത്ര സൈക്കോ തരമില്ല. ഒരു പക്ഷെ നെവിൻ പോലും അനുമോൾക്കെതിരെ തിരിഞ്ഞതിൻ്റെ റീസൺ അക്ബറാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പൊരുതുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണെന്ന് കളിയാക്കുക, കെട്ടിലമ്മയാണെന്ന് കളിയാക്കുക, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് കളിയാക്കുക, കള്ളി എന്ന് വിളിക്കുക.
അങ്ങനെ അവളെ വിളിക്കാവുന്നതിൻ്റെ മാക്സിമം അബ്യൂസീവ് വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടും ഇനി മോഹൻലാൽ വരുമ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുക പോലുമില്ല. കാരണം വാഴയ്ക്ക് വാഴത്തരങ്ങൾ പറയുന്ന വാഴകളെയാണല്ലോ താല്പര്യം, അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ ചാൻസ് ഉള്ളൂ. ഏകദേശം നമുക്ക് പിടികിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അക്ബർ എന്ന സൈക്കോ, എനിക്ക് അക്ബറിനെതിരെ ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വേറെ തന്നിട്ടുണ്ട് ഈ ബിക്കോസ് അണ്ണന്മാർ. അതുകൊണ്ട് തന്നെ ബിക്കോസ് അണ്ണന്മാർ ഈ ആദില നൂറയ്ക്കെതിരെ സംസാരിച്ച വോയിസുകൾ വരും ദിവസങ്ങളിൽ ഞാൻ പബ്ലിഷ് ചെയ്യും. ഒരു തർക്കവും വേണ്ട, ഒരു ഇഞ്ച് പോലും ഞാൻ മ്യൂട്ടും ചെയ്യത്തില്ല. കൃത്യമായി ഞാനത് പബ്ലിക്കിലേക്ക് എത്തിക്കും. അതിൻ്റെ റീസൺ ബിഗ് ബോസ് അംഗങ്ങൾ തന്നെയാണ്. എനിക്ക് സ്ട്രൈക്ക് അടിക്കും അല്ലേ, തരാം. താങ്ക് യു.